DCC ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ IC ബാലകൃഷ്ണൻ അറസ്റ്റിലായിരിക്കുകയാണ്. IC ബാലകൃഷ്ണന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് 1:30യോടെയാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. പോലീസ് MLAയുടെ വീട്ടിലെ ചില രേഖകൾ പരിശോധിച്ചിരുന്നു. IC ബാലകൃഷ്ണനുമായായിരുന്നു അന്വേഷണ സംഘം ബത്തേരിയിലെ വീട്ടിലെത്തിയത്. വീട്ടിൽ 3/4 മണിക്കൂറോളം പരിശോധന നടത്തിയാണ് പോലീസ് മടങ്ങിയത്. അതേസമയം വീട്ടിൽ നിന്ന് രേഖകൾ ഒന്നും എടുത്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ MLA അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടും. കേസിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, DCC മുൻ ട്രഷറർ KK ഗോപിനാഥ് തുടങ്ങിയവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തിരുന്നു. KPCC പ്രസിഡന്റിന് നൽകാൻ വിജയൻ എഴുതിയ കത്തിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച മൊഴികളും നേതാക്കളെ പ്രതി ചേർക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, K ഗോപിനാഥൻ എന്നിവർക്ക് ജാമ്യം ലഭിച്ചത്. കൽപ്പറ്റ ചീഫ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു മുൻകൂർ ജാമ്യം നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ പ്രതികൾ ഹാജരാകണമെന്ന വ്യവസ്ഥയോടെയായിരുന്നു കോടതി ജാമ്യം നൽകിയത്. ഡിസംബർ 25-നാണ് DCC ട്രഷറർ ആയിരുന്ന NM വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നാലെ 27-ന് ഇരുവരും മരണത്തിന് കീഴടങ്ങി. NM വിജയന്റെ മരണത്തിൽ പ്രതി ചേർത്തതിനു പിന്നാലെയാണ് IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയത്. എന്നാൽ സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ ആയിരുന്നുവെന്നും ഒളിവിൽ പോയെന്ന വാർത്ത വ്യാജമാണെന്നും വിശദീകരിച്ച് IC ബാലകൃഷ്ണൻ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ IC ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി പോലീസ് റെയ്ഡ് നടത്തിയത്. അതിനുശേഷം ഇപ്പോഴിതാ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു IC ബാലകൃഷ്ണനോടൊപ്പം തന്നെ വീട്ടിലെത്തി റെയ്ഡ് നടത്തിയത്. വിജയൻ എഴുതിയ കത്തിൽ ഇവരുടെ പേരുകളെല്ലാം തന്നെ പരാമർശിച്ചിരുന്നു. അതുതന്നെയാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങളെത്തിയത്. സാമ്പത്തിക പ്രശ്നമായിരുന്നു വിഷയമായി തീർന്നത്. എന്തായാലും IC ബാലകൃഷ്ണനെ കൂടുതൽ ചോദ്യം ചെയ്തേക്കാം. കഴിഞ്ഞ ആഴ്ചയാണ് ട്രഷററായിരുന്ന NM വിജയനെയും അദ്ദേഹത്തിന്റെ മകനെയും വിഷം കഴിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. പിന്നാലെ ഇരുവരെയും ആശുപത്രിയിലാക്കുകയായിരുന്നു. പിന്നീട് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കുകയും ചെയ്തു. ഈ കുറിപ്പിലായിരുന്നു IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അദ്ദേഹം പറഞ്ഞിരുന്നത്. IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രതിഷേധം നടന്നു വന്നിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്.